ഓവർ തിങ്കിങ് എത്ര ശ്രമിച്ചിട്ടും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ലേ? ലിസൺ കെയർഫുള്ളി. പ്രോബ്ലം നിങ്ങളുടെ അല്ല. ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കണ്ടാൽ ഓവർ തിങ്കിങ്ങിനെ സ്റ്റോപ്പ് ചെയ്ത് മൈൻഡിനെ കാമാക്കാനുള്ള സീക്രട്ട് ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഈ ഓവർ തിങ്കിങ്? പലർക്കും തോന്നാറുണ്ട് എനിക്ക് ഓവർ തിങ്കിങ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഒരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നൈറ്റ് ഒരു 10:30-11 മണിയായി, ഉറങ്ങാനായിട്ട് ബെഡിൽ വന്ന് കിടന്നു. ബോഡി നല്ല ടയേർഡാണ്. ഫോണൊക്കെ മാറ്റി വെച്ച് സ്ലീപ്പിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് വന്ന് കിടക്കുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് നമ്മുടെ മൈൻഡ് ആക്റ്റീവ് ആകുവാണ്. പല ചിന്തകളും നമ്മുടെ ഉള്ളിലേക്ക് വരുവാണ്. അയ്യോ, നാളെ ഇനി എന്താ സംഭവിക്കുക? നാളെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം എന്താകും? എന്നെ വഴക്ക് പറയുമോ? അവൻ അല്ലെങ്കിൽ അവൾ എന്നെ പറ്റി എന്താ പറയുക? എന്താ എന്താ സംഭവിക്കുക? ആ ഒരു പ്രോബ്ലം ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ടെൻഷനായി, സമാധാനം പോയി, ഉറക്കം പോയി. ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു തോട്ട് പ്രോസസ്സ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ദി ഓവർ തിങ്കിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇങ്ങനെ ഓവർ തിങ്കിങ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. സിംപ്ലി ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ ഇല്ലാത്ത ഒരു ലോകത്ത് ജീവിക്കുന്നതാണ്. പാസ്റ്റിലെ കാര്യങ്ങളെ ഓർത്ത് നമ്മൾ ചിന്തിച്ച് ടെൻഷൻ ആവുന്നത്, ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള പേടി, ഇത് രണ്ടും ഇസ് ദി ഓവർ തിങ്കിങ് ഉള്ള പീപ്പിളിന് വരുന്ന ഒരു ഫിയർ ആണ്. ഓവർ തിങ്കിങ് ഉള്ള പീപ്പിൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. പല സാഹചര്യങ്ങളും നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ, മേ ബി ഫാമിലിയിൽ, പേഴ്സണൽ ലൈഫിലാകാം, ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആകാം, അല്ലെങ്കിൽ ഓഫീസിൽ പ്രോബ്ലംസ് ആകാം, വാട്ട് എവർ ഇറ്റ് ഈസ്, ആ ഒരു പ്രോബ്ലം നമ്മളിലേക്ക് വരുമ്പോൾ അവർ തിങ്ക് ചെയ്യുന്നത് എനിക്ക് മാത്രം ഈ ഗതി വന്നല്ലോ, അല്ലെങ്കിൽ എനിക്ക് എന്താ ഈ ഒരു പ്രോബ്ലം വരുന്നത്, എന്നെ എന്താ തേടി പിടിച്ച് പ്രോബ്ലങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ചിന്തിക്കുന്നത്. അതിന് പകരം എന്താ ചെയ്യേണ്ടത്? ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നു, അതിനെ എനിക്ക് എങ്ങനെ ആക്ഷൻ എടുക്കാൻ പറ്റും, എങ്ങനെ അതിനെ ഫേസ് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കാറില്ല. സോ എപ്പോഴും പ്രോബ്ലം വരുമ്പോൾ പ്രോബ്ലത്തിന് ബ്ലെയിം ചെയ്തുള്ള തിങ്കിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിനുള്ള സൊല്യൂഷനെ പറ്റി നമ്മൾ ഒരിക്കലും തിങ്ക് ചെയ്യാറില്ല. ഇത് വലിയൊരു മിസ്റ്റേക്കാണ്. ഇതിനുള്ള സൊല്യൂഷൻ എന്താണ്? സിമ്പിൾ സൊല്യൂഷൻ ആണ് ഓവർ തിങ്കിങ് ഉള്ളവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ടൈം മൈൻഡ് ഓവറായിട്ട് റൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് ഓടാൻ തുടങ്ങുമ്പോൾ ഇത് മാത്രം ചെയ്യുക. ബോഡീനെ മൂവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഒരു സ്ലോലി ഒരു വാക്കിങ്ങിലേക്ക് പോവുക. ഒരു 1-2 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് ഒരു ബ്രിസ്ക് വാക്കിങ്ങിലേക്ക് നമ്മളെ കൊണ്ടുപോകുക. അല്ലെങ്കിൽ ഡീപ്പ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എക്സസൈസ് ചെയ്യുക. ഒരു 5 to 10 ടൈംസ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. സമയമെടുത്ത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്യുക. വൺ ഓഫ് ദ പവർഫുൾ എക്സസൈസ് ആണ് ടു കൺട്രോൾ അവർ മൈൻഡിനെ. ഓക്കെ. ദെൻ ഒരു ഗ്ലാസ്സിൽ നിറയെ വെള്ളം എടുത്തിട്ട് സ്ലോലി ആ വെള്ളം ആസ്വദിച്ച് കുടിക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലേക്ക് ഫാസ്റ്റ് ആയിട്ട് കയറുക. റൂം ക്ലീൻ ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ ഒരു സൈക്ലിങ്ങിന് പോകുന്നതാകാം, എവിടെയെങ്കിലും വണ്ടി എടുത്തൊന്ന് പോകുന്നതാകാം, ഷോപ്പിങ്ങിന് പോകുന്നതാകാം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെയാണെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, ബെഡ് ക്ലീൻ ചെയ്യുന്നത്, കിച്ചണിലെ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മൈൻഡിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. മൈൻഡിനോട് ഒരിക്കലും നമ്മൾ ഫൈറ്റ് ചെയ്യരുത്. ഓവർ തിങ്കിങ് പോകുന്നു, അതെങ്ങനെ ബ്രേക്ക് ചെയ്യുക, അതിനുള്ള ചിന്തകൾ, വീണ്ടും നമ്മൾ ചിന്തകളാണ് പകരം കൊടുക്കുന്നത്. അതിന് പകരം ആക്ടിവിറ്റി കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. ബോഡിയെ സ്ലൈറ്റ്ലി മൂവ് ചെയ്താൽ സിമ്പിൾ ആയിട്ട് നമ്മുടെ മൈൻഡിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ലെസൺ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇന്റലിജൻസ് എന്ന് പറയാൻ പറ്റില്ല. അത് നമ്മുടെ എനർജി ലീക്ക് ആക്കും, നമ്മുടെ ബോഡി ടയേർഡ് ആകാൻ തുടങ്ങും. കോമൺ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവർ തിങ്കിങ് വരുമ്പോൾ പലപ്പോഴും നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. മൈൻഡിനെ കൺട്രോൾ ചെയ്യാനല്ല ശ്രമിക്കുന്നത്, മൈൻഡിനെ കാം ആക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഈ പറഞ്ഞു തന്ന ആക്ടിവിറ്റീസ് വൺ ഓഫ് ദ ബെസ്റ്റ് ടൂൾ ടു കൺട്രോൾ അവർ മൈൻഡ് ടു ഒരു ബാലൻസ്ഡ് മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഏതൊരു കാര്യവും നമ്മൾ കേൾക്കുന്നതിനേക്കാൾ ഉപരി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടി തുടങ്ങുള്ളൂ. ഫൈനലി, നമ്മൾ ഒരിക്കലും വീക്ക് അല്ല. ഓവർ തിങ്കിങ് ഉള്ള പീപ്പിൾ നമുക്കൊന്നിനും പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള തിങ്കിങ് ആണ് അവരെ കൂടുതൽ അലട്ടുന്നത്. ലെസൺ കെയർഫുള്ളി, ഒരിക്കലും നമ്മൾ വീക്ക് അല്ല. ഏതൊരു പ്രോബ്ലം നമ്മുടെ ലൈഫിൽ വന്നാലും അതിനെ ഫേസ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതിനെ കാട് കയറി ചിന്തിച്ച് നമ്മൾ പോകുമ്പോൾ ആ പ്രോബ്ലത്തിനെ ഫേസ് ചെയ്യാനുള്ള സൊല്യൂഷൻ നമുക്കത് ചിന്തിച്ചെടുക്കാൻ പറ്റില്ല. ഡിലേ ആകും. ഡിലേ ആവുന്നതനുസരിച്ചിട്ട് വീണ്ടും അത് നമ്മുടെ പീസ്ഫുൾ ലൈഫിനെ ഡാമേജ് ചെയ്യും. സോ ഏതൊരു പ്രോബ്ലം വരുമ്പോൾ ആ വരുന്ന മൊമെന്റിൽ അതിനെ ഫേസ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യും. ഓവറായിട്ട് തിങ്ക് ചെയ്ത് ഒന്നിനെ നശിപ്പിക്കാണ്ടിരിക്കുക. കാം മൈൻഡ് സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. എപ്പോഴും പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ട് ചിരിച്ച് ലൈഫിനെ ഫേസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക.
നമ്മുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യലിനെ എപ്പോഴും പൊടിതട്ടി എടുത്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, സോ എന്തും വന്നോട്ടെ ലൈഫില് മറ്റുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനും മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ഓർത്ത് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതല്ല. നമ്മുടെ ലൈഫ് നമുക്ക് ജീവിക്കാനും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാനുള്ളതാണ്. സോ ഫ്രണ്ട്സ്, ഓവർ തിങ്കിങ് നല്ലതല്ല, അത് സ്റ്റോപ്പ് ചെയ്യുക. പറഞ്ഞു തന്ന ടെക്നിക്സുകൾ അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുവാണെങ്കിൽ കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങൾക്ക് മേ ബി ഓവർ തിങ്കിങ് ഉള്ള പീപ്പിളിനെ അറിയാമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്ത് വരാനുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആയിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹാപ്പി ലൈഫ്, കീപ് സ്മൈലിംഗ് ഓൾവേസ്.